റോയിച്ചായ പുനഃസംഘടന, പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, പിന്നെ അതേപോലെ ജനറൽ സെക്രട്ടറിമാർ ഇഷ്ടം പോലെ, രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ 39. ഇതൊന്നും തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇവരുടെ എല്ലാവരുടെയും ചേർത്ത് ഒരു അവലോകനം സാധ്യമല്ല എന്ന് പറഞ്ഞ് ഒരു കോർ കമ്മിറ്റി കൂടി കോൺഗ്രസ് രൂപീകരിച്ചിരിക്കുകയാണ്. ഇതിന്റെയൊക്കെ ആവശ്യമുണ്ടോ? അല്ല, ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നടക്കാൻ ഒരു കമ്മിറ്റി വേണമെന്നുള്ള ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഇതുണ്ടാക്കിയത്. കാരണം ഈ പലരും കൂടി അടിച്ച പാമ്പ് ചാകുകയില്ലെന്ന് പറഞ്ഞ പോലെ ഇത്രയും പേരെ വെച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കാനോ അതിനകത്ത് വിരുദ്ധ അഭിപ്രായങ്ങൾ വരും, അടിപിടിയാകും, തെരഞ്ഞെടുപ്പിൽ വീണ്ടും തോക്കും എന്നുള്ള സ്ഥിതി ഉള്ളതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധിയുടെ അല്ലെങ്കിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിൻ്റെ ഒരു താല്പര്യപ്രകാരം തന്നെയാണ് ഇങ്ങനൊരു കോർ കമ്മിറ്റി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പഴയ കോർ കമ്മിറ്റി ആയിരുന്നു ഈ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി എന്ന് പറയുന്നത്. അത് ആദ്യം 12 പേരോ 14 പേരിൽ തുടങ്ങിയത് ഇപ്പോൾ 39 പേരിലായി. അപ്പോൾ അതും ഇങ്ങനെ ഓരോ ഘട്ടത്തിലും വർദ്ധിച്ചുകൊണ്ട് വരികയാണ്. കാരണം ഓരോ നേതാക്കളുടെയും താല്പര്യം അനുസരിച്ച് ഓരോരുത്തരെ അക്കോമഡേറ്റ് ചെയ്ത് വരുന്നതുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ ഇങ്ങനെ വലുതായി വരുന്നത്. അപ്പോൾ അത് ഒഴിവാക്കുക എന്നുള്ളതിൻ്റെ ഈ കഴിഞ്ഞ ദിവസം നടന്ന കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിൽ നടന്ന നേതാക്കന്മാരുമായിട്ട് നടന്ന ചർച്ചയുടെ പരിണതഫലമായിട്ടാണ് ഈ കോർ കമ്മിറ്റി രൂപീകരിക്കുക എന്നുള്ളത്. കാരണം ഡിസിഷൻ മേക്കിംഗ്, തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു കമ്മിറ്റി ഉണ്ടാവുക എന്നുള്ളത് പിന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാൻ ഇതേ മാർഗ്ഗമുള്ളൂ എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് മുൻ പ്രസിഡന്റുമാരെ കോൺഗ്രസിന്റെ ഏറ്റവും സീനിയർ നേതാക്കന്മാരെ വെച്ചിട്ടാണ് ഈ കമ്മിറ്റി കൺവീനറായിട്ട് വന്നത്. അപ്പോൾ അത് കാരണം ഒരു ഹൈക്കമാൻഡിൻ്റെ ഒരു പിടുത്തം അതിലുണ്ടാവുക എന്നുള്ളത് കൊണ്ടും രണ്ടാമത്തെ അതിനുവേണ്ടിയാണ് അങ്ങനെ ഒരു തീരുമാനം. നമ്മൾ ഇതിനകത്ത് കാണേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ AK ആന്റണി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തേക്ക് സജീവമാകുന്നു എന്നുള്ളതിൻ്റെ ഒരു മെസ്സേജ് കൂടിയാണ്. സാധാരണഗതി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്തൊന്നും ആന്റണി സജീവമായിരുന്നില്ല. ഈ പിന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പോലും 1-2 സ്ഥലത്ത് മാത്രം പ്രസംഗിച്ച് അത് ഒഴിവാകുമായിരുന്നു. അതിന് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ ആന്റണി തീരെ ഈ നേതൃത്വ രംഗത്തേക്ക് വരാതിരിക്കുകയായിരുന്നു. അപ്പോൾ AK ആന്റണി ഈ കമ്മിറ്റിക്കകത്ത് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഒരു സജീവമായ ഒരു മെസ്സേജ്. ആ മെസ്സേജിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് AK ആന്റണിയെ പോലൊരു മുതിർന്ന നേതാവ് കഴിഞ്ഞ 50-60 വർഷത്തിലധികമായി കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ പലപ്പോഴും ഇപ്പോൾ അത് എന്തുമാത്രം നടക്കുമെന്നറിയത്തില്ല. അതായത് 2011 വരെയുള്ള തെരഞ്ഞെടുപ്പുകൾ, കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളുടെ അജണ്ട തീരുമാനിക്കുന്നത് AK ആന്റണി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ AK ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ ഒരു പരിചയം, പാരമ്പര്യം, ഇത് പിന്നെ എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ട് പോകാനുള്ള AK ആന്റണിയുടെ ഈ നിലവിലുള്ളൊരു കമാൻഡിങ് പൊസിഷൻ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് AK ആന്റണിയെ കൂടെ ഇതിനകത്തേക്ക് കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു വലിയൊരു പോസിറ്റീവ് സൈനാണ്. കാരണം AK ആന്റണിയെ മറുത്ത് പറയാൻ ഇന്ന് നിലവിലുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയിൽ പേര് പറയുന്നവർക്കാർക്കും AK ആന്റണിയുടെ തീരുമാനത്തെയോ AK ആന്റണിയുടെ ഒരു വാക്കിനെയോ മറികടക്കാനുള്ള ധാർമ്മിക ശേഷിയോ അതിനുള്ള ശക്തിയോ ഒന്നും, രാഷ്ട്രീയ ശക്തിയോ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പോൾ ആന്റണിയുടെ വരവ് ആണ് ഇതിനകത്തെ ഒരു പ്രധാനം. ആന്റണി ആ കമ്മിറ്റിക്കകത്ത് ഇരിക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ് സൈനായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അത് ദേശീയ തലത്തിലുള്ള ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനവും നിശ്ചയപ്രകാരവും തന്നെയാണ് AK ആന്റണി ആ കമ്മിറ്റിക്കകത്തേക്ക് വന്നതും ഇരിക്കാൻ സമ്മതിച്ചതുമെന്ന്. പക്ഷേ ഇതിനകത്ത് ശ്രീജിത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ വലിയ തോതിലുള്ള ഭാരവാഹി പട്ടിക, 59 ജനറൽ സെക്രട്ടറിമാർ, ഈ രാഷ്ട്രീയകാര്യ സമിതി, ഇതെല്ലാം കേരളത്തിൽ കോൺഗ്രസ് പോലൊരു പാർട്ടിക്കകത്ത് അത് ഒരു വലുതാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം പിന്നെ അവരുടെ പല താല്പര്യങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും വെക്കപ്പെട്ടതായിരിക്കുക. പക്ഷേ അതിനകത്തൊരു ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇവരാരും പറയുന്ന പോലെ ഇതിനകത്തൊന്നും തീരുമാനം എടുക്കുന്നതിനകത്ത് ഈ വലിയൊരു കമ്മിറ്റിയെ കൊണ്ട് തീരുമാനം എടുക്കാനോ ഒന്നും പറ്റുന്ന ആൾക്കാരല്ല ആ കമ്മിറ്റിക്കകത്ത് വന്നുപെട്ടിരിക്കുന്നത്. ഭാരവാഹി പട്ടികയിലുള്ളതിനകത്ത് ഒരു 50% പേരും ജോലി ചെയ്യാത്തവരും വലിയ രാഷ്ട്രീയ പിടിപാടുള്ളവരൊന്നുമല്ല. തൽക്കാലത്തേക്ക് നേതാക്കന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നവരെന്നുള്ള ഒഴിച്ചാൽ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള കക്ഷികളൊന്നും അതിനകത്ത് ആ പേരിനകത്തൊന്നും കാണുന്നൊന്നുമില്ല. ഇനി അവർക്കൂടെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനുള്ള ചാൻസാണ് ഈ 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നത്. ഈ തെരഞ്ഞെടുപ്പുകളിനകത്ത് ഈ പാർട്ടിക്കകത്ത് വന്നിരിക്കുന്ന പുതുതലമുറ ആൾക്കാരെ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുകയും മുന്നോട്ടുള്ള കാര്യങ്ങളുടെ ഒരു നടത്തിപ്പെന്ന് പറയുന്നത്. കാരണം ഒരു കാര്യം, ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പാണ് വരാൻ പോകുന്നത്. ഉമ്മൻചാണ്ടി ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇനി ഉമ്മൻചാണ്ടിയുടെ അഭാവത്തിൽ നടക്കാൻ പോകുന്ന ഒരു പഞ്ചായത്തും നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അങ്ങനെ ഉമ്മൻചാണ്ടിയെ പോലൊരു സംഘാടകൻ്റെ അഭാവം, അവിടേക്ക് ഇനി ആരാണ് വരുന്നതെന്നുള്ളത് അത് മിക്കവാറും അത് സതീശനിൽ കേന്ദ്രീകരിച്ചാണ്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിന് സതീശനാണ് ഈ പാർട്ടി കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകാനും പണം പിരിക്കുന്നതിനകത്തൊക്കെ ഉള്ളൊരു
ഒരു സാധ്യത സതീശനിൽ ചുറ്റപ്പെട്ട് നിൽക്കുകയാണ്. കാരണം സതീശനാണ് പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് കൊണ്ട് തന്നെ സതീശനിലേക്കായിരിക്കും ഉത്തരവാദിത്തങ്ങൾ കൂടുതൽ വരികയും അതിന്റെ ചുമതലകളെല്ലാം വരികയൊക്കെ ചെയ്യും. അപ്പോഴും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരാളെ ഉയർത്തി കാട്ടുന്നില്ല. അതിപ്പോൾ കോൺഗ്രസ് കുറേ നാളുകളായിട്ട് ആ ഒരു സംഭവമില്ലല്ലോ. കാരണം ഒരു സംസ്ഥാനത്തും അങ്ങനെ ഉണ്ടാകുന്നില്ല. അതുണ്ടാകാത്തതിൻ്റെ ഗുണമുണ്ട്, ദോഷമുണ്ട്. ഗുണമെന്ന് പറയുന്നത് പിന്നെ തമ്മിലടിക്കാതിരിക്കും തൽക്കാലത്തേക്കെങ്കിലും. ദോഷമെന്ന് പറയുന്നത് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് പാര വെക്കാനുള്ളത്. ഹരിയാന തിരഞ്ഞെടുപ്പ് അതാണ് സൂചിപ്പിക്കുന്നത്. അവിടെ കുമാരി ശെൽജയും പഴയ മുൻ മുഖ്യമന്ത്രിയും തമ്മിലുള്ള അടിപിടിയാണ് അവിടുത്തെ സാധ്യതകൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലൊക്കെ തന്നെ ആ ചരടുവലിയും പാലം വലിയും ഒക്കെ കൊടുക്കും. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ഒരു പ്രൊജക്ഷൻ ഒഴിവാക്കുക എന്നുള്ളത്. പക്ഷേ എന്നാലും മെസ്സേജ് കറക്റ്റായിട്ട് പോകും എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഒരു വിലയിരുത്തൽ. ഇപ്പം നിലവിലെ ഒരു സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരാളെ മുഖ്യമന്ത്രിയായിട്ട് പ്രതിഷ്ഠിക്കുക എന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ്. അത് നടക്കത്തുമില്ല. അപ്പോൾ അത് പക്ഷേ പറഞ്ഞ് വഴക്കുണ്ടാക്കണ്ട എന്നുള്ളത് കൊണ്ടായിരിക്കാം കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു തീരുമാനമാകും അങ്ങനെ ആരെയും പ്രൊജക്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് തന്നെ. ഒരു കാര്യം വളരെ വ്യക്തമായി കഴിഞ്ഞു. കേരളത്തിലെ തെരഞ്ഞെടുപ്പിനകത്ത് കേരളത്തിലെ നേതാക്കന്മാർക്ക് സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഹൈക്കമാൻഡിൻ്റെ ഒരു ഇടത്തട്ട് കമ്മിറ്റിയാണ് നിയന്ത്രിക്കുകയും ഹൈക്കമാൻഡായിരിക്കാം അജണ്ടകൾ തീരുമാനിക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ ജയം മാത്രമാണ് ഒരു ഘടകമാക്കി വെക്കൂ എന്നുള്ളതാണ് ഈ ഹൈക്കമാൻഡ് ഈ കഴിഞ്ഞ ചർച്ചകളിലൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു മെസ്സേജ്. ഇപ്പം ഈവൻ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പോലും KPCC താഴെ തട്ടിലേക്ക് കൊടുത്തിരിക്കുന്നത് ജയിക്കാൻ സാധ്യത മാത്രം, മറ്റ് ജാതി മതം മറ്റേതൊന്നും പരിഗണിക്കേണ്ട, അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും പരിഗണിക്കേണ്ട എന്നുള്ളൊരു മെസ്സേജാണ് എല്ലായിടത്തും. പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാർക്ക് മാത്രം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ പോലും പല വാർഡുകളിലേക്കുള്ള സ്ഥാനാർത്ഥി നിർണ്ണയം ഏതാണ്ട് പൂർത്തിയായി നിൽക്കുകയാണ്. അപ്പം അതൊക്കെ തന്നെ ഒരു തല്ലും ബഹളം ഉണ്ടാകാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും അടുത്ത 15ാമത്തെ വർഷത്തിലും അവിടെ ഇരിക്കാം എന്നുള്ള ഒരു മെസ്സേജ് പാർട്ടി പ്രവർത്തകർക്ക് കൊടുക്കുകയും നേതാക്കന്മാർക്കും തമ്മിലടിച്ചു പോയാൽ വീണ്ടും പട്ടിണിയായിട്ടിരിക്കാം എന്നുള്ളതൊരു മെസ്സേജ് കറക്റ്റായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡൂ ഓർ ഡൈ ഗെയിമാണെന്ന് ഹൈക്കമാൻഡിന് മനസ്സിലായി. കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയത്തില്ല. ഇത് ജീവൻ മരണ പോരാട്ടമാണ്, ആസിഡ് ടെസ്റ്റ് ആണെന്നും കോൺഗ്രസ്സുകാരോട് അവർ പറയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ രാഷ്ട്രീയകാര്യ സമിതിയേക്കാൾ കുറച്ചുകൂടി സ്വാധീനവും അല്ലെങ്കിൽ തീരുമാനങ്ങളിൽ നിർദ്ദേശങ്ങൾ വയ്ക്കാൻ പറ്റുന്നവർ തന്നെയല്ലേ ഈ കോർ കമ്മിറ്റിയിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്നവരല്ല? അതെ, അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതിനകത്ത് രമേശ് ചെന്നിത്തല, ശശി തരൂർ, കെ സുധാകരൻ, കൊടിക്കുന്നിൽ സുരേഷ്, ഇവരാണ് കേരളത്തിൽ നിന്നുള്ള നിലവിലുള്ള കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ. അവരെ എല്ലാവരും ഉൾപ്പെടെ അവരാണ് കേരളത്തിലെ ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഒരു കമ്മിറ്റികളിൽ വരുന്ന നേതാക്കന്മാർ. അവരുണ്ട്, മുൻ പ്രസിഡന്റുമാരുണ്ട്, MMS-നുണ്ട്, കെ മുരളീധരനുണ്ട്, മുല്ലപ്പള്ളിയുണ്ട്. അങ്ങനെയുള്ള മുൻ പ്രസിഡന്റുമാരും അവർക്ക് പുറമെ ആകെ വന്നിരിക്കുന്ന ഈ വർക്കിംഗ് പ്രസിഡന്റുമാരായ 3 പേരാണ്. പിന്നെ ഷാനിമോൾ ഉസ്മാൻ ഒരു വനിതാ പ്രാതിനിധ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം ഒരു മുൻ ICC സെക്രട്ടറി എന്നുള്ള നിലയിലും, പിന്നെ അടൂർ പ്രകാശ് UDF കൺവീനർ എന്നുള്ള നിലയിലും വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെയുള്ളൊരു വളരെ ഷാർപ്പായിട്ടുള്ളൊരു കമ്മിറ്റിയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് തന്നെ. അപ്പോൾ ഈ കമ്മിറ്റിയുടെ തീരുമാനമായിരിക്കാം, ഇവരായിരിക്കാം ഇനി ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കാം ഇപ്പം പണ്ടൊക്കെ കോൺഗ്രസിന് പാർലമെൻ്ററി ബോർഡ് എന്ന് പറയുന്നതുണ്ടായിട്ട് അവരായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് അത് കോൺഗ്രസിൻ്റെ ഏറ്റവും പരമോന്നത ഒരു ബോഡിയായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് അപ്പോൾ ഇത്തരം കോർ കമ്മിറ്റികളായിരിക്കാം ഇനിയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിനകത്ത് ഒരു നിർണായക സ്വാധീനം ഇവരായിരിക്കാം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ചുമതല ഇവരായിരിക്കാം സ്ഥാനാർത്ഥി നിർണ്ണയം തീരുമാനിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ ഗ്രൂപ്പ് മാനേജർമാരുടെ നോമിനേഷൻസും അതുപോലെ തന്നെ മറ്റു കാരണം ഇതിനകത്ത് നമ്മൾ കാണേണ്ട ഒരു പോസിറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് ആയിരിക്കാം ഇതിനകത്തേക്ക് പിടിവെക്കുന്നത്. ഇതിനകത്ത് നിയന്ത്രിക്കുന്നത് കഴിഞ്ഞാണ് അവരുടെ കയ്യിലായിരിക്കും. അവരായിരിക്കും സ്ഥാനാർത്ഥി നിർണ്ണയവും പ്രചരണത്തിൻ്റെ കാര്യങ്ങളും എല്ലാം തന്നെ. ഇതിനെ ഇനി ഇടത്തട്ടിൽ മറ്റ് കമ്മിറ്റികൾ വരും. അതുപോലെ ഇനി കോൺഗ്രസിൻ്റെ പിന്നെ ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു ടീം, അത് ഇപ്പോൾ നമ്മൾ പറയുന്നില്ലേ കനകൂലു ടീമുകൾ വരുന്നു എന്ന്, അതിൻ്റെ ആൾക്കാരൊക്കെ തന്നെ ഇതിൻ്റെ മറഞ്ഞും ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ തന്നെ ഈ ഇലക്ഷൻ്റെ നിയന്ത്രണത്തിന് കാണുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം ഈ കോർ കമ്മിറ്റി ആയിരിക്കാം ഇനിയുള്ള കാര്യങ്ങളിലേക്ക് തീരുമാനം എടുക്കുക. അത് താഴെത്തട്ടിൽ നടപ്പിലാക്കാനുള്ളതായിരിക്കാം ഈ ഭാരവാഹികൾ ആയിട്ടുള്ളവരുടെ തീരുമാനങ്ങളൊക്കെ വരാൻ പോകുന്നത്. അപ്പം പൂർണ്ണമായും ഹൈക്കമാൻഡിൻ്റെ ചൊൽപ്പടിയിലായി കഴിഞ്ഞു കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം. ഒറ്റയ്ക്ക് ഈ ഗ്രൂപ്പ് കളിച്ചും തമ്മിലടിച്ചും പോകുന്ന പരിപാടി നടക്കില്ല എന്നുള്ളതും ഗ്രൂപ്പ് താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പാർട്ടിയെ കൊണ്ടുപോകാൻ കഴിയില്ല എന്നുള്ളൊരു കൃത്യ മെസ്സേജാണ് രാഹുൽ ഗാന്ധി കൊടുത്തിരിക്കുന്നതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.